Hello everyone, welcome to a new lesson with Maria's Lytics. Today we are moving on to the second part of the lesson on the poem Abandoned Schoolhouse in Long Branch, written by Fred Chappell. This is a lesson for second semester literature students in Calicut University's FYUGP stream. So in the first part we had a very detailed analysis of the line by line analysis of the poem, and now we are moving on to an analysis, context, and there is a discussion based on the questions given in the chapter. Okay, let's move on. ആദ്യം നമ്മൾ ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ദ പോം പെയിൻറ്റ്സ് എ പോർട്രേറ്റ് ഓഫ് ടൈംസ് ക്വയറ്റ് വർക്ക് ഓൺ എ ഫൊഗോട്ടൻ റൂറൽ സ്കൂൾ ഹൗസ്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഒരു ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്കൂൾ ബിൽഡിങ്ങിനെ കുറിച്ചുള്ള ഒരു പോയമായിരുന്നു ഇത്. അപ്പോൾ എങ്ങനെയാണ് കാലം അതിൻ്റെ ബിൽഡിംഗ് സ്ട്രക്ചറിൽ വരുത്തിയിട്ടുള്ള അതിൻ്റെ ഒരു ഡിലാപ്പിഡേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞു വീണിട്ടുള്ള ഒരു അവസ്ഥ, ആൻഡ് ദെൻ ദി മെമ്മറീസ് ദാറ്റ് ആർ അറ്റാച്ച്ഡ് ടു ദാറ്റ് സ്കൂൾ. അവിടെ പഠിച്ചിട്ടുള്ള കുട്ടികളുടെ ലൈഫിൽ ആ സ്കൂൾ എന്തായിരുന്നു, അവർക്കിപ്പോൾ എന്ത് സംഭവിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ദ സ്കൂൾ ഹൗസ് വൺസ് എ പ്ലേസ് ഓഫ് ആക്ടിവിറ്റി ആൻഡ് ലേണിംഗ് ഹാസ് ബിക്കം എ ക്വയറ്റ് മോണ്യുമെൻറ്റ് ടു പാസിംഗ് ടൈം. സോ എല്ലാ സ്കൂൾ ഹൗസിനെയും പോലെ ആദ്യം വളരെ ആക്റ്റീവായിരുന്ന ഒരു പ്ലേസ് ഓഫ് ലേണിംഗ് ആയിരുന്നു സ്കൂൾ. പക്ഷേ ഇന്ന് അത് ഇറ്റ് ഹാസ് ബിക്കം എ ക്വയറ്റ് മോണ്യുമെൻറ്റ്, വളരെ ശാന്തമായിട്ട് ഉറങ്ങുന്ന ഒരു സ്മാരകം പോലെയായി മാറിയിട്ടുണ്ട്. യെറ്റ് there is no sense of tragedy, rather a quiet acceptance of change. പക്ഷേ ഈ പോയം അവതരിപ്പിക്കുന്നത് ഒരു നഷ്ടത്തിൻ്റെ ഒരു ട്രാജിക് സെൻസിലല്ല, പക്ഷേ കാലം കൊണ്ടുവരുന്ന വളരെ ഇനവിറ്റബിൾ ആയിട്ടുള്ള ട്രാൻസ്ഫർമേഷനാണ്. സോ ഇറ്റ് ഇസ് ടോക്കിംഗ് അബൌട്ട് എ ക്വയറ്റ് അക്സെപ്റ്റൻസ്. വളരെ ശാന്തമായിട്ട് നമ്മളതിനെ സ്വീകരിക്കുകയാണ്, കാലം കൊണ്ടുവരുന്ന മാറ്റങ്ങളെ. സിംബലൈസ്ഡ് ബൈ ദ പീസ്ഫുൾ ഡസ്റ്റ് ആൻഡ് ഹാർഡ് വർക്കിംഗ് ബീസ്. കുഴപ്പമൊന്നുമില്ല, മനുഷ്യരിരുന്ന സ്ഥലം പ്രകൃതിയും ബീസും പാമ്പും ഒക്കെ കയറിയിട്ട് അവരുടേതായ ഒരു ലിവിങ് പ്ലേസ് ആക്കി മാറ്റിയിട്ടുണ്ട്, ആൻഡ് ദാറ്റ് ഈസ് ഓക്കെ എന്നുള്ള സെൻസിലാണ്. സോ ഇൻ ദ ഓപ്പണിംഗ് സീൻ വി മീറ്റ് ആൻ അൺഎക്സ്പെക്റ്റഡ് ഇൻഹെബിറ്റൻറ്റ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു താമസക്കാരനെയാണ് നമ്മൾ കാണുന്നത്. എ സ്നേക്ക് മൂവിങ് ത്രൂ ദി എംപ്റ്റി ബിൽഡിംഗ് മാർക്കിംഗ് ഇറ്റ്സ് ബോഡി ഇൻ ദ ഡസ്റ്റ്. സോ ആസ് ദി സ്നേക്ക് ഇസ് മൂവിങ്, അതിൻ്റെ ബോഡിയുടെ അടയാളങ്ങൾ ആ എന്താ പറയുക പൂഴി മണ്ണിൽ അല്ലെങ്കിൽ ആ ഡസ്റ്റിൽ അത് മാർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റുഡൻസ് ഇറ്റ് ഇസ് മാർക്കിംഗ് ഇൻ ദി ഡസ്റ്റ്. ദിസ് ക്രീച്ചർ വിച്ച് is also a symbol of knowledge has become the only student. അപ്പോൾ പാമ്പ് എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു സിമ്പിളാണ്. പാമ്പിനെ പലപ്പോഴും നോളജിൻ്റെ അറിവിൻ്റെ സിമ്പിളായിട്ടാണ് കാണുന്നത്. അപ്പോൾ കുട്ടികൾക്ക് പകരം പാമ്പ് ആ ഒരു സ്ഥലത്ത് ഇടം പിടിക്കുന്നു. സോ ദ പോയം മെഡിറ്റേറ്റ്സ് ഓൺ ദ ഇംപെർമനൻസ് ഓഫ് ഹ്യൂമൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദ സൈക്കിൾ ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത്. അപ്പോൾ മനുഷ്യരുണ്ടാക്കുന്ന ഈ സ്ഥാപനങ്ങളുടെയും ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും അല്ലെങ്കിൽ നിർമ്മിതികളുടെയും ഒക്കെ ഒരു ഇംപെർമനൻസ് ഉണ്ട്. ഒരിക്കലും അതിനൊരു സ്ഥിരതയില്ല. അതിൻ്റെ ഇംപെർമനൻസും അതുപോലെ ലൈഫും ഡെത്തും കണ്ടിന്യൂസ് ആയിട്ട് മനുഷ്യൻ്റെയും ജീവിതത്തിൽ വന്നു പോകുന്നതിൻ്റെയും ഒരു ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു കവിത കാണിക്കുന്നത്. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തീം, നൊസ്റ്റാൾജിയ ആൻഡ് ദ പാസേജ് ഓഫ് ടൈം. അപ്പോൾ ഓരോ തീമിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പാരഗ്രാഫ് പോലെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. നൊസ്റ്റാൾജിയ, ഗൃഹാതുരത്വം തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീം. ദ പോം സെർവ്സ് ആസ് എ പ്രൊഫൗണ്ട് മെഡിറ്റേഷൻ ഓൺ നൊസ്റ്റാൾജിയ. Meditation means deep-ആയിട്ടുള്ള thinking and understanding on nostalgia, capturing the delicate moment where memory transforms into absence. വളരെ നമ്മളൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല യു ആർ ഗോയിങ് ടു ഡൈ ഓർ ഓൾ ദ മെമ്മറീസ് ദാറ്റ് യു ആർ ഗോയിങ് ടു ക്രിയേറ്റ് ആർ ഗോയിങ് ടു ഡിസപ്പിയർ എന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഓരോരോ മെമ്മറീസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ജീവിക്കുമ്പോൾ വി ആർ ലിവിങ് ഫുള്ളി ഇൻ ഇറ്റ്. പക്ഷേ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. ഓർമ്മ എന്നുള്ളത് ഒരാളുടെ പ്രസൻസ് എന്നുള്ളതൊന്നും അല്ലാതെ ആയിട്ട് ഡിസപ്പിയറൻസ് ആയിട്ട് മാറുന്നു. സോ ആ ഒരു ഡെലിക്കേറ്റ്, വളരെ ഫ്രജൈലായിട്ടുള്ള, ദുർബലമായിട്ടുള്ള, വളരെ ഡെലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു മൊമെൻ്റാണത്. അതിനെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നൊസ്റ്റാൾജിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീം. നൊസ്റ്റാൾജിയ ഇൻ അബാൻഡൻ സ്കൂൾ ഹൗസ് ആൻഡ് ലോങ് ബ്രാഞ്ച് ഇസ് നോട്ട് എ സെൻറ്റിമെൻ്റൽ ലോങ്ങിങ്. ലോങ്ങിങ് എന്ന് പറഞ്ഞാൽ ഡിസയർ, വളരെ സെൻറ്റിമെൻ്റലായിട്ടുള്ള വിഷമിച്ചിട്ടുള്ള ഒരു ഓർക്കലല്ല ഇവിടെ. അതിന് പകരം ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റിയാലിറ്റി വെർ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് കൺവേർജ്. വളരെ ക്വയറ്റായിട്ടുള്ള ഒരു അക്സെപ്റ്റൻസ് ആണ്. ഇത് നമ്മൾ സ്വീകരിക്കുകയാണ്. ദിസ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. വി ഓൾ വിൽ ഡൈ ആൻഡ് ദ പ്ലേസ് വൺസ് വി വേർ
ഇസ് ഗോയിങ് ടു ഡിസപ്പിയർ. അപ്പോൾ പാസ്റ്റും പ്രസൻറ്റും തമ്മിൽ കൺവേർജ് ആവുന്നുണ്ട്, തമ്മിൽ മിക്സഡ് ആയി പോകുന്നുണ്ട്. ആൻഡ് പ്രസൻറ്റ് ബിക്കംസ് പാസ്റ്റ്. ഇന്നത്തെ പ്രസൻറ്റ് നാളെ പാസ്റ്റായി പോകും എന്നുള്ള ഇനവിറ്റബിൾ ആയിട്ടുള്ള ഒരു ട്രൂത്തിനെ വളരെ ക്വയറ്റായിട്ടുള്ള നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മൊമെൻ്റാണ് ഇവിടെ. ദ കാവ്ഡ് ഇനീഷ്യൽസ് KB + RJ represent a particularly poignant or sharp manifestation of this nostalgia. അപ്പോൾ ആ ക്ലോക്ക് റൂമിൽ എഴുതി വെച്ചിട്ടുള്ള KB + RJ എന്നൊരു ഹാർട്ട് ഷേപ്പിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുള്ളത് ഈ ഒരു പോയിൻ്റാണ് കാണിക്കുന്നത്. എ ഹ്യൂമൻ മാർക്ക് ദാറ്റ് പെർസിസ്റ്റ് ലോങ് ആഫ്റ്റർ ഇറ്റ്സ് ക്രിയേറ്റേഴ്സ് ഹാവ് ഗോൺ ആൻഡ് ഫൊഗോട്ടൻ. അവിടെ അതുണ്ടാക്കിയ ആ അടയാളം ഉണ്ടാക്കിയ മനുഷ്യർ ആ സ്ഥലത്തു നിന്നും പോയി ഭൂമിയിൽ നിന്ന് മരിച്ചു പോയിട്ടും ആ മെമ്മറി ആയിട്ട് അതവിടെ പ്രിസർവ്ഡ് ആയിട്ട് സൂക്ഷിക്കപ്പെട്ട് നിൽക്കുന്നു. So this is the nostalgic part. These initials become a silent testament to youthful moments. അവർ ജീവിച്ചു പോയിട്ടുള്ള അവരുടെ യൂത്തിൻ്റെ കൗമാരത്തിൻ്റെ ഒക്കെ ഒരടയാളമായിട്ട് തെളിവായിട്ട് അത് അവിടെ ബാക്കി നിൽക്കുന്നു. ഫ്രോസൺ ഇൻ ടൈം യെറ്റ് ഗ്രാജുവലി ബീങ് ടേക്കൻ അവേ ബൈ ദ ബിൽഡിങ്സ് decay. അപ്പോൾ അത് കാലത്തിൽ ഇങ്ങനെ ഫ്രീസാക്കി നമ്മൾ നിർത്തിയിരിക്കുന്നൊരു മൊമെൻ്റാണ് ആ ഒരു മെമ്മറി. അത് അവിടെ ഉണ്ട്, ബട്ട് ഇറ്റ് വിൽ ഡിസപ്പിയർ ഗ്രാജുവലി. ബിൽഡിങ് ഡീക്കേ ആവുന്നതിനനുസരിച്ച് അതും ഇല്ലാതായി പോകും. ദ പോയിറ്റ് ക്രിയേറ്റ്സ് എ സസ്പെൻഡഡ് മൊമെൻറ്റ് where past memories are preserved and eroded. അപ്പോൾ ഒരു പ്രിസർവ്ഡ് മൊമെൻ്റാണ്. ഒരു കല്ലിൽ നമ്മൾ പണ്ട് ബെഞ്ചിൽ എഴുതി വെച്ചിരുന്ന പോലെ അവിടെ ഈ ക്ലോക്ക് റൂമിൽ അത് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ഇറ്റ്സ് എ സസ്പെൻഡഡ് മൊമെൻറ്റ് where past memories are പ്രിസർവ്ഡ് ആൻഡ് ഇറോഡഡ്. പാസ്റ്റ് മെമ്മറീസിനെ നമ്മൾ പ്രിസർവ് ചെയ്ത് സൂക്ഷിച്ച് വെക്കുന്നുണ്ട്, അതേസമയം അത് ഡിസപ്പിയർ ആവുന്നുണ്ട്. ഈച്ച് ഡീറ്റെയിൽ, ദ ബസ്റ്റഡ് ചെയർ, ദ മിസ്സിംഗ് വിൻഡോ പെയിൻസ്, ദി ഡസ്റ്റ് കവേർഡ് ഫ്ലോർസ്, ഓൾ ബിക്കംസ് എ മെമ്മോറിയൽ ടു വാട്ട് വൺസ് വാസ്. ഇപ്പോൾ എന്താ പറയുക, കേട് പറ്റിയിട്ടുള്ള ചെയർ, അതുപോലെ പൊളിഞ്ഞു വീണിട്ടുള്ള വിൻഡോ പെയിൻസ്, ദെൻ ദി ഫ്ലോർ വിച്ച് ഇസ് ഫുൾ ഓഫ് ഡസ്റ്റ്, ഇതെല്ലാം ഈ ഒരു മെമ്മറിയുടെയും നൊസ്റ്റാൾജിയുടെയും ഒക്കെ ഒരു സിമ്പിളാണ്. ഇറ്റ് സജസ്റ്റ് ദാറ്റ് നൊസ്റ്റാൾജിയ ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് റിമെമ്പറിങ് but about understanding how time inevitably transforms human spaces and experiences. സോ ഈ ഒരു പോം കൊണ്ടുവരുന്ന ഒരു പെർട്ടിക്കുലർ ഇമോഷൻ എന്ന് പറയുന്നത് നൊസ്റ്റാൾജിയ വെറും ഓർക്കൽ മാത്രമല്ല, അതൊരു സെൻറ്റിമെൻ്റലായിട്ടുള്ള സങ്കടത്തോടെയുള്ള ഒരു ഓർക്കലും കൂടെയല്ല. അതേസമയം ടൈം ഇന്നവിറ്റബിളായിട്ട് എന്ത് തന്നെയാണെങ്കിലും ടൈം വിൽ ട്രാൻസ്ഫോം ഹ്യൂമൻ സ്പേസസ് ആൻഡ് എക്സ്പീരിയൻസസ്. ആൻഡ് നൗ സൈലൻസ്. Silence is a powerful narrative element in the poem. Silence emerges as a profound narrative force in the poem, speaking volumes through its profound emptiness. അപ്പോൾ സൈലൻസ് ആണ് ആ സ്കൂൾ ഹൗസിൻ്റെ പ്രത്യേകത തന്നെ. അവിടെ ഒരു അനക്കവുമില്ല എക്സെപ്റ്റ് ഫോർ ദ ബീസ്. ഈ സ്നേക്ക് ഉണ്ടാക്കുന്ന അനക്കങ്ങളും അതുപോലെ ബീസിൻ്റെ ശബ്ദം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഒരുപാട് പ്രൊഫൗണ്ടായിട്ടുള്ള ഡീപ്പായിട്ടുള്ള മീനിങ്സ് ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ദ അബാൻഡൻ സ്കൂൾ ഹൗസ് ബിക്കംസ് എ കത്തീഡ്രൽ ഓഫ് ക്വയറ്റ്. അപ്പോൾ ഇതൊരു എന്താ പറയുക, നിശബ്ദതയുടെ ഒരു പള്ളിയാണെന്നോ അല്ലെങ്കിൽ നിശബ്ദതയുടെ ഒരു ഇടമാണെന്നോ നമുക്ക് പറയാൻ പറ്റും. വെർ ആബ്സെൻസ് ഇസ് മോർ ഇലോക്വൻറ്റ് ദാൻ പ്രസൻസ്. അവിടെയുള്ള ഒന്നുമില്ലായ്മയും നിശബ്ദതയുമാണ് അവിടുത്തെ ഏറ്റവും വലിയ ക്യാരക്ടർ എന്ന് പറയുന്നത്. സോ ദ വെബ് മിൽക്കി വിൻഡോസ് and snake coiling in shadows create a soundscape of extraordinary stillness. അപ്പോൾ ഈ ജനലിൽ മുഴുവനും വെള്ള കളറുള്ള വെബ് നിറഞ്ഞിട്ടുള്ള ഈ വിൻഡോസ്, അതുപോലെ ഈ സ്നേക്ക് ഒരു അരികിൽ ഇങ്ങനെ കോയിൽ ചെയ്തിരിക്കുന്നത്, ഇതെല്ലാം വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളൊരു നിശബ്ദത അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഏറ്റവും ചെറിയ മൂമെൻറ്റ്സ് പോലും, ഈ ഡസ്റ്റ് ഇങ്ങനെ കറങ്ങുന്നത്, അതുപോലെ ബീസ് ഹം ചെയ്യുന്നത്, ഇതെല്ലാം നമുക്കിങ്ങനെ എടുത്ത് കാണിക്കാൻ പറ്റും. കാരണം അപ്പോൾ സൈലൻസിനെയാണ് നമ്മളിങ്ങനെ അവിടെ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്നത്. അതുപോലെ ആ ഒരു ബ്ലാക്ക് ബോർഡിൽ സൺഷൈൻ ഇങ്ങനെ വെയിൽ വന്നിങ്ങനെ വീണ് ഒലിച്ചിറങ്ങുന്നതൊക്കെ അവിടെ മറ്റൊന്നും അനങ്ങാനില്ല. അപ്പോൾ അവിടെ സൈലൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രസൻസ് എന്ന് നമുക്ക് പറയാം. സോ ദിസ് സൈലൻസ് ഇസ് നോട്ട് മിയർ എംപ്റ്റിനെസ് ബട്ട് എ റിച്ച് അക്കൗസ്റ്റിക് സ്പേസ് ഫിൽഡ് വിത്ത് അക്യുമുലേറ്റഡ് മെമ്മറീസ് ആൻഡ് അൺസ്പോക്കൺ സ്റ്റോറീസ്. അപ്പോൾ ഇത് കുറച്ച് ഒരു ലിറ്റററി പോയിൻ്റ് ഓഫ് വ്യൂ എന്നാണ് പറയുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് മാത്രം ആലോചിക്കുമ്പോഴാണ് നമുക്കത് ക്ലിയർ ആയിട്ട് ഫീൽ ചെയ്യുക. അപ്പോൾ അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രസൻസ് ഒരു സിനിമയിലൊക്കെ നമ്മൾ കാണുന്ന പോലെ ഈ ഒരു മെമ്മറീസിൻ്റെ ഒരുപാട് ഓർമ്മകളുടെയും മരിച്ചു പോയിട്ടുള്ള ഒരുപാട് ആളുകളുടെയും ഒക്കെ പ്രസൻസ് അവിടെ ഇപ്പോഴും ഉണ്ട് എന്ന് നമുക്ക്
ഫീൽ ചെയ്യാൻ പറ്റും. പറയപ്പെടാത്ത കുറേ മെമ്മറീസിൻ്റെയും കഥകളുടെയും ഒക്കെ പ്രസൻസ് ആ ഒരു സൈലൻസിനകത്തുണ്ട്. ദ മോർണിംഗ് ബെൽ ദാറ്റ് നോ ലോങ്ങർ റിങ്സ് സിംബലൈസസ് ദ സൈലൻസ് റെപ്രസെൻറ്റിംഗ് ദ എൻഡ് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റി. അപ്പോൾ ഒരിക്കലും മുഴങ്ങാത്തൊരു മോർണിംഗ് ബെല്ലിനെ കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഈ ഒരു ഹ്യൂമൻ ആക്ടിവിറ്റി പാടെ ആ സ്ഥലത്ത് നിന്നു പോവുകയും എന്നിട്ട് ആ ഒരു പ്ലേസ് ഓഫ് ലേണിംഗ് പിന്നീട് ഒരു കണ്ടംപ്ലേറ്റീവ് ആയിട്ടുള്ള ഒരു മെഡിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് ആ ഒരു സ്കൂൾ ഹൗസ് മാറിയിരിക്കുകയും ചെയ്യുകയാണ്. കാരണം അവിടെ നേച്ചർ അങ്ങോട്ടേക്ക് തിരിച്ചു കയറുകയും മനുഷ്യൻ അവിടെ നിന്ന് പാടെ ഇറങ്ങിപ്പോരുകയും ചെയ്യുന്നു. അതുമാത്രമല്ല അവിടെ വൺസ് ജീവിച്ചിരുന്ന മനുഷ്യർ ലൈഫിൽ നിന്നേ ഇറങ്ങിപ്പോയി മരിച്ച് മണ്ണടിഞ്ഞു പോയിട്ടുണ്ട്. ദ പോയറ്റ് മാസ്റ്റർഫുള്ളി യൂസസ് ദിസ് സൈലൻസ് ടു എക്സ്പ്ലോർ ഡീപ്പർ എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യൻസ് അബൌട്ട് ഹ്യൂമൻ ട്രാൻസിയൻസ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് മനുഷ്യൻ്റെ ഒരു ഭൂമിയിലുള്ള നശ്വരമായിട്ടുള്ളൊരു ലൈഫാണ്. കാരണം ഇറ്റ് വിൽ എൻഡ് ഫോർ വാട്ട് എവർ ഹാപ്പൻസ് ഹ്യൂമൻ ലൈഫ് വിൽ എൻഡ് എന്നുള്ള ഒരു വളരെ എക്സിസ്റ്റൻഷ്യലായിട്ടുള്ള മനുഷ്യൻ്റെ നിലനിൽപ്പിനെ കുറിച്ചുള്ള ഡീപ്പറായിട്ടുള്ള തീംസിലേക്കൊക്കെ ഈ കവിത പോകുന്നുണ്ട്. സജസ്റ്റിംഗ് ദാറ്റ് സൈലൻസ് ഇസ് നോട്ട് ദ ഓപ്പോസിറ്റ് ഓഫ് സൗണ്ട് but a complex medium that contains entire histories of human experience. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഡീപ്പായിട്ടുള്ളൊരു അനാലിസിസിൽ വേണമെങ്കിൽ പറയാം, സൈലൻസ് എന്ന് പറയുന്നത് സൗണ്ട് എന്നുള്ളതിൻ്റെ നോയ്സി എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് മാത്രമല്ല, പക്ഷേ ഒരുപാട് മെമ്മറീസിനെയും മനുഷ്യരുടെ കഥകളെയും ഒക്കെ ഉൾക്കൊണ്ട് നിൽക്കുന്ന വളരെ സൈലൻ്റ് ആയിട്ടുള്ള അതൊരു പ്രത്യേക തരം എക്സ്പീരിയൻസ് ആയിട്ടാണ് ഈ ഒരു കവിതയിൽ വരുന്നത്. സോ സൈലൻസ് ഇസ് എ പവർഫുൾ നെറേറ്റീവ് എലമെൻറ്റ്. ആൻഡ് നൗ ഇമേജറി ആൻഡ് സിംബലിസം. ഈ കവിതയിലുള്ള ഇമേജറി പല ലെവലിൽ സിംബോളിക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്നാമത് സ്നേക്ക് തന്നെ വളരെ സിംബോളിക്കാണ്. കാരണം സ്നേക്ക് ഇസ് ദ സിംബൽ ഓഫ് നോളജ്. ഒരിക്കൽ കുട്ടികൾ പഠിക്കാൻ വന്നിരുന്ന സ്ഥലത്ത് സ്നേക്കാണ് ഇപ്പോൾ വന്നിരുന്നിട്ട് എന്താ പറയുക, ആ പൂഴി മണ്ണിൽ അല്ലെങ്കിൽ പൊടിയിൽ സ്വന്തം ബോഡി കൊണ്ട് എഴുതുന്നത്. ആൻഡ് ദ ടെൻട്രൽ ഡബിൾ ടങ് ഓഫ് എ സ്നേക്ക് ബിക്കംസ് മോർ ദാൻ എ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ അതിൻ്റെ ഈ ഒരു ടെൻട്രൽ ആയിട്ടുള്ള ഡബിൾ ടങ് കൊണ്ട് അത് ഈ സ്പേസിനെ ഇങ്ങനെ തൊട്ടറിയുന്നത്. ഇറ്റ് സിംബലൈസസ് നോളജ്, എക്സ്പ്ലോറേഷൻ ആൻഡ് ദ പ്രോസസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അബാൻഡൻ സ്പേസസ്. അപ്പോൾ അത് അറിവിനെ തേടുന്നതിന് പകരം കുട്ടികൾ അറിവിനെ തേടുന്നതിന് ഉള്ളൊരു സിമ്പിളാണ് പാമ്പ് വന്നിട്ട് അതിൻ്റെ നാവ് കൊണ്ടിങ്ങനെ സ്പേസ് തൊട്ട് നോക്കാൻ ശ്രമിക്കുന്നത്. ആൻഡ് വിൻഡോ പെയിൻസ് റെപ്രസെൻറ്റ് പെർസെപ്ച്വൽ ബൗണ്ടറീസ്. കാരണം വിൻഡോ പെയിൻസ് എന്ന് പറയുന്നത് ഒരു സ്പേസിനെ ക്ലോസ് ചെയ്യുന്ന ഒന്നാണ്, ഒരിടത്തിനെ അകവും പുറവുമായിട്ട് മാറ്റി നിർത്തുന്ന ഒന്നാണ് ഈ വിൻഡോ എന്ന് പറയുന്നത്. അതിൻ്റെ അപ്പുറം പുറം ഭാഗമാണ്. പക്ഷേ ഈ പൊളിഞ്ഞു വീണിട്ടുള്ള വിൻഡോ പെയിൻ എന്ന് പറയുന്നത് വളരെ സിംബോളിക്കാണ്. കാരണം അത് എല്ലാ ബാരിയറിനെയും ബ്രേക്ക് ചെയ്യാണ്. നേരത്തെ പറഞ്ഞിരുന്നു, സ്കൂളിനകത്തുള്ള കുട്ടികൾ ഒരിക്കലും അവിടുത്തെ പഠിത്തത്തോട് ഈസിലി ബ്ലെൻഡ് ആയിരുന്ന കുട്ടികളല്ല, ബിക്കോസ് ദേ വർ ഫാമേഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ജനാലയുടെ ചില്ലിൻ്റെ പൊളിഞ്ഞു വീഴൽ വളരെ സിംബോളിക്കാണ്. അവർക്ക് പുറം ലോകത്തേക്കുള്ള ഒരു ഓപ്പൺനെസ് ആയിട്ട് അതിനെ കാണാൻ പറ്റും. So with their absence suggesting expanded consciousness and dissolution of human imposed limitations. മനുഷ്യരുണ്ടാക്കിയിട്ടുള്ള ഈ ലിമിറ്റേഷൻസിൻ്റെ അകത്തുനിന്നൊക്കെ പുറത്ത് കടന്നിട്ട് ആ കുട്ടികൾ അവർ ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട്. So the carved heart with initials transform from a simple teenage inscription into a complex symbol of human connection. അപ്പോൾ ഈ ഒരു കാർവഡ് ഹാർട്ടിനകത്ത് അവർ കുട്ടികൾ എഴുതി വെച്ചിട്ടുള്ള ആ ഒരു ഇനീഷ്യൽസൊക്കെ അപ്പോഴത്തെ അവരുടെ ടീനേജ് ഇഷ്ടങ്ങൾക്കും പ്രണയത്തിനൊക്കെ അപ്പുറം ഇന്ന് അതൊരു ഡീപ്പായിട്ടുള്ള ഹ്യൂമൻ കണക്ഷൻ അതിൻ്റെ ഒരു ഇമേജാണ്. സോ ദ എലമെൻറ്റ്സ് ലൈക്ക് ഡസ്റ്റ്, കോബ്വെബ് ആൻഡ് സോ ഓൺ റിഫ്ലക്റ്റ് മെമ്മറി, ട്രാൻസ്ഫർമേഷൻ ആൻഡ് സട്ടിൽ ട്രേസസ് ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്. അപ്പോൾ മെമ്മറിയുടെയും അതുപോലെ ഈ ഒരു മാറ്റത്തിൻ്റെയും ഒക്കെ സിമ്പിളാണ് കോബ്വെബും അതുപോലെ ഡസ്റ്റും എല്ലാം. ആൻഡ് ദെൻ ദ സൺസെറ്റ് വാഷിംഗ് ദ ബ്ലാക്ക് ബോർഡ് ബിക്കംസ് എ മെറ്റഫോർ ഫോർ ടൈംസ് ക്ലെൻസിങ് ആൻഡ് റിന്യൂയിങ് പവർ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ലാസ്റ്റ് സ്റ്റാൻസ് ആകുമ്പോഴേക്ക് സൺസെറ്റ് വന്നിട്ട് ആ ബ്ലാക്ക് ബോർഡിനെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് പോകുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അതൊരു വെറും പറച്ചിലല്ല. കാരണം ബ്ലാക്ക് ബോർഡിലാണ് ടീച്ചർ എഴുതിക്കൊണ്ടിരുന്നത്, കുട്ടികൾ കണ്ട് വായിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ കുട്ടികൾ എഴുതിക്കൊണ്ടിരുന്നത്. അതിന് പകരം കാലം അതിനെയെല്ലാം മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഹാസ് എറേസ്ഡ് ഹ്യൂമൻ മാർക്സ് വൈൽ സൈമൾട്ടേനിയസ്ലി ക്രിയേറ്റിംഗ് ന്യൂ എസ്തെറ്റിക് പോസിബിലിറ്റീസ്. കുട്ടികളും മനുഷ്യരും അവിടെ നിന്ന് പിൻവാങ്ങുകയും അവിടെ പ്രകൃതി അതിൻ്റേതായ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നതും ചെയ്തു എന്നുള്ള മീനിങ് ആണ്. ആൻഡ് നൗ
ആസ് എ കണ്ടിന്യൂവേഷൻ നേച്ചേഴ്സ് റിക്ലമേഷൻ ഓഫ് ഹ്യൂമൻ സ്പേസസ്. മനുഷ്യർ ഒരു കാലത്ത് താമസിച്ചിരുന്ന സ്ഥലം നേച്ചർ റീക്ലെയിം ചെയ്യാണ്, തിരിച്ചെടുക്കുകയാണ്. സോ ദ പോം പ്രസൻസ് എ ബ്രില്യൻ എക്സ്പ്ലോറേഷൻ ഓഫ് ഹൗ നേച്ചർ സിസ്റ്റമാറ്റിക്കലി ആൻഡ് പോയറ്റിക്കലി റീക്ലെയിംസ് ഹ്യൂമൻ മെയ്ഡ് സ്പേസസ്. മനുഷ്യർ ഉണ്ടാക്കിയ സ്പേസസിനെ നേച്ചർ റീക്ലെയിം ചെയ്യുന്നു. ഹിയർ എ സ്ട്രക്ചേർഡ് ഹ്യൂമൻ എൻവയോൺമെൻറ്റ് ഓഫ് ലേണിംഗ് ടു എൻ ഓർഗാനിക് ലിവിങ് എക്കോസിസ്റ്റം. ഇവിടെ വന്നിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ എന്താണ്? മനുഷ്യരുണ്ടാക്കിയിരുന്ന ഒരു സ്ട്രക്ചേർഡ് ലേണിംഗ് എൻവയോൺമെൻറ്റിനെ തിരിച്ച് പ്രകൃതി അതിൻ്റെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു ലിവിങ് എക്കോസിസ്റ്റമായിട്ട് മാറ്റി. ദ സ്കൂൾ ഹൗസ് ട്രാൻസ്ഫോംസ്. ദ സ്നേക്ക് ബിക്കംസ് ദ ഫൈനൽ സ്കോളർ റെപ്രസെൻറ്റിംഗ് നേച്ചേഴ്സ് ഇൻ്റലിജൻറ്റ് പേഷ്യൻ്റ് ഒക്കുപ്പേഷൻ ഓഫ് ഹ്യൂമൻ ടെറിട്ടറീസ്. അപ്പോൾ ഈ ഫൈനൽ സ്കോളറായിട്ട്, ഫൈനൽ സ്റ്റുഡൻ്റായിട്ട് സ്നേക്ക് വരുന്നത് നേച്ചറിൻ്റെ സ്വതവേ ഉള്ള ഒരു അറിവുണ്ട്, ഒരു വിജ്ഞാനമുണ്ട്, അതിൽ ജീവിക്കാനുള്ള പ്രത്യേക തരം സ്കിൽസ് ഉണ്ട്. അതിൻ്റെ മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള ലേണിംഗ് സ്പേസിലേക്കുള്ള പ്രകൃതിയുടെ സ്വതവേ ആയിട്ടുള്ള ഒരു നോളജിൻ്റെ തിരികെയുള്ള വരവാണ്. So the bees constructing their nest in the attic, dust particles dancing in the sunlight, and the gradual disintegration of the architectural elements all symbolize nature's deliberate, gentle reconquest. ഇതുപോലെ തന്നെയാണ് ഈ ബീസ് അവിടെ വളരെ കാലമായിട്ട് അവർ ഹണി സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു ബീ നെസ്റ്റ്, അതുപോലെ ഡസ്റ്റ് പാർട്ടിക്കിൾ, ഇതെല്ലാം കൂടിയിട്ട് മനുഷ്യരുണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ആർക്കിടെക്ചറൽ എലമെൻറ്റിൻ്റെ ഫാളോടുകൂടി നേച്ചറിൻ്റെ ഒരു വീണ്ടും റീകോൺക്വസ്റ്റ്, തിരിച്ചു കയറ്റമാണ് കാണിക്കുന്നത്. ദിസ് ഈസ് നോട്ട് എ വയലൻറ്റ് ടേക്ക് ഓവർ ബട്ട് എ സട്ടിൽ ഓൾമോസ്റ്റ് എലിഗൻറ്റ് പ്രോസസ് ഓഫ് ട്രാൻസ്ഫർമേഷൻ. ഇത് ഒരു ദിവസം കൊണ്ട് മനുഷ്യർ ചെയ്യുന്ന പോലെയുള്ള ഇടിച്ചു പൊളിക്കലല്ല, അതേസമയം പതുക്കെയുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർമേഷനാണ്. ദ ഗോൾഡ് ഡസ്റ്റ് ഗ്രെയിൻ swirling ത്രൂ ദ എംപ്റ്റി വിൻഡോസ്. ഈ എന്താ പറയുക, ഗോൾഡൻ കളേർഡ് ആയിട്ടുള്ള സൺറൈസ് അടിക്കുമ്പോൾ അവിടെയുള്ള ഡസ്റ്റ് ഗോൾഡൻ കളേർഡ് ആയിട്ട് തോന്നുന്നു. അതുപോലെ എംപ്റ്റി വിൻഡോസ് ആൻഡ് ദ ബീസ് വോക്കലീസ്, ഈ ബീസിൻ്റെ പാട്ട് എന്നുള്ള രീതിയിലാണ്. ഇതെല്ലാം ഇറ്റ് എൻട്രാൻസസ് ദ നേറ്റീവ് ട്രാങ്ക്വിൽ ഡസ്റ്റ്. ആദ്യമേ തന്നെ ശാന്തമായിട്ടുള്ള ആ ഒരു സോളിറ്റ്യൂഡ് ഉള്ള ആ ഒരു സ്ഥലത്തിന് ഈ ഒരു എന്താ പറയുക, ബീസിൻ്റെ പാട്ടും എല്ലാം എൻട്രാൻസ് ചെയ്തിട്ടൊരു പെർട്ടിക്കുലർ എൻവയോൺമെൻറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഷാപ്പൽ സജസ്റ്റ് ദാറ്റ് ഹ്യൂമൻ കൺസ്ട്രക്ഷൻസ് ആർ ടെമ്പററി വൈൽ നാച്ചുറൽ പ്രോസസ്സ് ആർ എറ്റേണൽ. മനുഷ്യരുണ്ടാക്കുന്നതെല്ലാം ടെമ്പററിയാണ്, അത് എന്നേക്കും നിലനിൽക്കുന്നതല്ല. അതേസമയം നേച്ചർ ഉണ്ടാക്കുന്നത് എറ്റേണലാണ്. ദ ബിൽഡിങ്സ് ഡീകേ ബട്ട് ലൈഫ് കണ്ടിന്യൂസ്, അഡാപ്റ്റിംഗ് ആൻഡ് റീകൺസ്ട്രക്റ്റിംഗ് ഇറ്റ് സെൽഫ് ഇൻ എവർ കണ്ടിന്യൂയിങ് റിന്യൂവൽ. അപ്പോൾ മനുഷ്യർ അവിടുന്ന് ഇല്ലാണ്ടായി പോയാലും നേച്ചർ അതിൻ്റേതായ രീതിയിൽ ലൈഫ് അവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ആൻഡ് ലാസ്റ്റ്ലി ലോസ് ആൻഡ് കണ്ടിന്യൂറ്റി. അപ്പോൾ ഇതിനോട് കൂടെ അവിടുത്തെ ഹ്യൂമൻ ബീയിങ്സിനെ കുറിച്ചുള്ള ഒരു അനാലിസിസിൽ ഒരു ലോസും അതുപോലെ കണ്ടിന്യൂറ്റിയുടെ, ലൈഫിൻ്റെ കണ്ടിന്യൂറ്റിയുടെ തീമും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഈസ് ത്രൂ ദി സ്റ്റുഡൻസ് ആൻഡ് ദ ടീച്ചർ who have dead. The abandoned schoolhouse is not presented as a site of pure decay but a dynamic space of transition. സ്കൂൾ എല്ലാവരുടെയും ലൈഫിലൊരു ട്രാൻസിഷൻ്റെ ഇടമാണ്. അതേപോലെ തന്നെ ഈ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായിട്ടുള്ള ഈ അബാൻഡൻ സ്കൂളും ഒരു ട്രാൻസിഷനാണ് കാണിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ലോസ് ഇസ് നോട്ട് പോർട്രേറ്റ് ട്രാജിക്കലി ബട്ട് ആസ് നാച്ചുറൽ, ഓൾമോസ്റ്റ് ബ്യൂട്ടിഫുൾ ചേഞ്ച് and almost a process of beautiful change. The stern teacher sleeping on the mountain. അപ്പോൾ നേരത്തെ പറഞ്ഞു ആ കുട്ടികളുടെ ഇനീഷ്യൽസ് എഴുതി വെച്ചിട്ടുള്ള കുട്ടികളെല്ലാം they have become grown ups and they are dead. അതേസമയം അവിടെ ഉണ്ടായിരുന്ന വളരെ സ്റ്റേൺ ആയിട്ടുള്ള ടീച്ചർ ബൈബിൾ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾ പറയുന്ന എന്താ പറയുക, തെറ്റിക്കുന്ന ആൻസേഴ്സിനൊക്കെ വളരെ സ്റ്റേൺ ആയിട്ട് ഡീൽ ചെയ്തിരുന്ന ടീച്ചറും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരിടത്ത് ഷീ സ്ലീപ്പിംഗ് വെരി സീരിയസ്ലി ഇൻ ഹെർ നാരോ സെൽ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. സോ ദ സ്റ്റേൺ ടീച്ചർ സ്ലീപ്പിംഗ് ഓൺ ദ മൗണ്ടൻ, ദ സ്റ്റുഡൻസ് ഹൂസ് നെയിം റിമെയിൻ കാർവ്ഡ് ഇൻ ദ വുഡ്, the snake and bees inhabiting this space all represent different forms of continuation. അപ്പോൾ അവർ മരിച്ചു പോയിട്ടുണ്ടെങ്കിലും അതും ലൈഫിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ്, അത് ലൈഫിൻ്റെ ഒരു ട്രാൻസ്ഫർമേഷൻ സ്റ്റേജാണ്. സോ ലോസ് ബിക്കംസ് എ ഗേറ്റ് വേ ടു ട്രാൻസ്ഫർമേഷൻ റാദർ ദാൻ എൻ എൻഡ് പോയിൻറ്റ്. അപ്പോൾ ഇവിടെയുള്ള മരണങ്ങളും ഡിസപ്പിയറൻസും എല്ലാം ഒരു ലോസ് ആയിട്ടല്ല, അതേസമയം ഇറ്റ്സ് എ ഗേറ്റ് വേ ഫോർ ട്രാൻസ്ഫർമേഷൻ. The poem suggests that human experiences are not erased but transformed. ഇവിടെ എറേഷർ അല്ല, ഒരാൾ പാടെ ലൈഫിൽ നിന്ന് മാഞ്ഞു പോകലല്ല, അതേസമയം മാറ്റമാണ്, ട്രാൻസ്ഫർമേഷനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. മെമ്മറീസ് ആർ നോട്ട് ഡിസ്ട്രോയിഡ്
but redistributed into new contexts. ആദ്യം കുട്ടികൾ അവിടെ ഉണ്ടാക്കിയ മെമ്മറീസ് പുതിയൊരു കോണ്ടെക്സ്റ്റിൽ പുതിയതായ രീതിയിലാണ് അപ്പിയർ ചെയ്യുന്നത്. ഈച്ച് എലമെൻറ്റ്, ദ ഡസ്റ്റ്, ദ വിൻഡോസ്, ദ കാർഡ് ഇനീഷ്യൽസ് ക്യാരീസ് ഫോർവേഡ് ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് പ്രീവിയസ് എക്സ്പീരിയൻസസ്. മുന്നേ കഴിഞ്ഞു പോയിട്ടുള്ള അനുഭവങ്ങളുടെ ചെറിയ അടയാളങ്ങൾ ഈ ഒരു കവിതയിൽ നമ്മൾ ഡസ്റ്റിലും വിൻഡോസിലും കാറുടെ ഇനീഷ്യൽസിലൊക്കെ കാണാൻ പറ്റും. ക്രിയേറ്റിംഗ് എ കോംപ്ലെക്സ് സ്റ്റോറി ഓഫ് ഓൺഗോയിങ് സൈക്ലിക്കൽ എക്സിസ്റ്റൻസ്. സൈക്ലിക്കായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭൂമിയിലെ ലൈഫിൻ്റെ ഒരു പ്രയാണം, ഒരു യാത്രയാണ് ഈ ഒരു കവിതയിൽ നമുക്ക് കാണാൻ പറ്റുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് ലെസൺ. താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ്.